ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർലീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇതിൽ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ യൂട്യൂബിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇടണല്ലോ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊന്ന് രണ്ട് ചേച്ചിമാരെ നമുക്ക് പണിക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ അവർക്ക് ചായക്കടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ നീർദോശയും പിന്നെ ഒരു ചട്നിക്കറിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അത് എന്താണെങ്കിലും അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവർക്കില്ലത് ഞാൻ അവനെ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് കഴിയുള്ളൂ. ഒന്നാമത് അവനെ സ്കൂൾക്ക് പറഞ്ഞു വെച്ചിട്ട് ആ രാവിലത്തെ ആ തിരക്കിന്റെ അടിയിലൊന്നും വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അതോടെ നിൽക്കണ്ടല്ലോ. ഇപ്പം പോകുമ്പോൾ 10:10 അങ്ങോട്ട് വന്നിട്ട് ഞാനൊരു 10:20 അടിയിൽ ഞാൻ മാവൊക്കെ അരക്കാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ ഇട്ടിട്ടുള്ളൂ. അതൊരു 10 മണിയാകുമ്പോഴത്തേന് അരക്കണം വിചാരിച്ചിട്ട് ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊക്കെ ആക്കി പോകാൻ കേട്ടോ. അപ്പൊ ആ വെള്ളമൊക്കെ ഇവിടെ തളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് അരച്ചിട്ടാണ് വരാം. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ 10 നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 10 മണിയൊക്കെയുള്ള കുട്ടീനെ എന്താ പറഞ്ഞേക്കാൻ ഇത്രയല്ലേ പാടുന്നൊക്കെ. പക്ഷെ അവനാണെങ്കിൽ വന്നാൽ രാത്രിയൊന്നും ഇങ്ങനെ വായിക്കാനൊക്കെ കുറച്ച് മടിയാന്നാൽ അങ്ങനെയല്ല. അവനെന്താണ് എന്താ പറയാ, വന്നാലുണ്ട് ഉറങ്ങും. കാരണം സുബിക്ക് എഴുന്നേൽക്കണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങും. പിന്നെ അവനൊന്നും വേണ്ട, അങ്ങനെ ചോറ് വെച്ചുകൊണ്ട് അങ്ങനെ ഉറങ്ങലാണ്. ചില ദിവസമൊക്കെ അങ്ങനെ. അപ്പൊ പിന്നെ അവനെ വായിപ്പിക്കാൻ പറ്റുന്ന ടൈം പിന്നെ ആ ടൈമിൽ ഏതായാലും കഴിയൂല. വായിപ്പിക്കാൻ പറ്റുന്ന ടൈം സുബിക്ക് പിന്നെ നമ്മൾ 6:10 പോയി കഴിഞ്ഞിട്ട് ഒരു 6:45 വരെ. പിന്നെ എനിക്ക് അടുക്കളയിൽ വീണ്ടും കയറണം. പിന്നെ പോകുന്നത് അവൾ 8:45 സ്കൂളിൽ പോയിട്ട് ഒരു 8:45 മുതൽ 9:30 വരെ അവനെ പഠിപ്പിക്കാൻ ഇരിക്കണം. അങ്ങനെ കേൾക്കൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെ സോപ്പിട്ട് മയക്കിയിട്ട് ഇരുത്തിയാലേ കേൾക്കുള്ളൂ. അങ്ങനെ ഇരുത്തിച്ചിട്ട് വേണം പഠിക്കാൻ. അതുകൊണ്ടാണ്. പിന്നെ അരമണിക്കൂർ പിന്നെ അവനെ അങ്ങനെ ഒരുക്കി കൊടുക്കാനും അവന്റെ കുളിയും കാര്യങ്ങളും ഇതൊക്കെ ആ ഒരു ഇതിൽ കഴിച്ചു കിട്ടണം. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുമെങ്കിൽ പഠിക്കുക, എഴുതാണ്ടെങ്കിൽ എഴുതിപ്പിക്കുക, ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ അവന്റെ സ്നാക്സിക്കുള്ളത് ഒക്കെ ആക്കണം, ബോക്സിക്കുള്ളതൊക്കെ ആക്കി കൊടുക്കാണ്ട്. അതൊന്നും വലിയ പണിയില്ല കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് മാത്രം. നമ്മളെ മാവൊക്കെ അരച്ചത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ അതാ ഞാൻ ചട്നിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പോകാണ്. അപ്പൊ അരച്ചിട്ട് വരാം. അപ്പത്തേക്ക് വെളുത്തുള്ളി നിർമ്മിച്ചിട്ട് ചുവന്നുള്ളിയും പച്ചമുളകും നമ്മളെ ചീരമുളകും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ചട്നിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോഴിതാ മൺചട്ടിയൊക്കെ ഞാനവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായപ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. ഞാൻ ചുവന്നുള്ളി ഇട്ടെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ആണെങ്കിലും മതി. എന്നിവിടെ കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില കഴുകിയാണ് അതും ഇതിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ ഇവിടെ അരച്ച് അരപ്പ തയ്യാറാക്കി അയച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനൊക്കെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. ഞാൻ ഇവിടെ കുറുന്നനെ ഒരു ചട്ടിനായിട്ട് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടി ഉള്ളിയൊക്കെ മൂപ്പായി വന്നു. കറിവേപ്പിലൊക്കെ ഏതായാലും കുറച്ചൊക്കെ കരിയാനായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ തേങ്ങന്റെ അരപ്പിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തുള്ളിയതിനു ശേഷം നമുക്ക് ഓഫാക്കാം. അപ്പൊ ചട്നിക്കറി ഒരു എളുപ്പമല്ല. തേങ്ങ ഉണ്ടെങ്കിൽ എളുപ്പമല്ല കറിയാണത്. ഇനി നമുക്ക് ഇവിടെ നീർദോശ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിന്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരട്ടെ. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച മാവ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഓരോ ദോശ ചുട്ടെടുക്കട്ടെ. അപ്പം നീർദോശ, ലൈവ് ദോശ എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ലൈവ് ദോശയായിട്ട് പറയാം, നീർദോശ അല്ലെങ്കിൽ സാധാരണ അപ്പം നോക്കിയാട്ടോ ഞങ്ങൾ ഇതിന് വിളിക്കാറുള്ളത്. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്,
ഈ ഇരുമ്പിന്റെ ചട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ദോശക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, നീർദോശക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒരിക്കലും സ്പ്രെഡ് ചെയ്ത് വരും കേട്ടോ. വെളിച്ചെണ്ണ ആയാല് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പറയണത്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരൊക്കെ ചട്ടിക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള ഇണക്കുണ്ടാവും. അപ്പോൾ അവനവന്റെ ചട്ടി എങ്ങനെ നിൽക്കുന്നത് അവർക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ചിട്ടോ ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ആദ്യമൊക്കെ ഞാനും തന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഉഷാറ് കിട്ടാറില്ല കേട്ടോ. ഇതാവുമ്പോൾ നമ്മൾ എത്ര കട്ടില്ലാതെ പാരുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശ കിട്ടും. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് കട്ടി ഇതാവണം. ഇത് ഇങ്ങനെ കുറച്ചു നേരം കാത്തുക്കണം. ഇതാവുമ്പോൾ എന്താണ് ഒഴിച്ചെടുക്കുക, എടുക്കുക, ഇതാക്കും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നീർദോശ ചുട്ടെടുക്കട്ടോ. എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ ആക്കാം. പക്ഷെ വെളിച്ചെണ്ണ അല്ലാതെ എന്താണ് ഓയിലോ നല്ലെണ്ണ അല്ലേ അങ്ങനെ ആയാലും മതി. അപ്പോഴാണ് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടിയതായി അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചേച്ചിമാർക്കുള്ള ചായയാണ്. അപ്പൊ ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പൊ ഞാൻ ഇത് പറഞ്ഞത് വിചാരിച്ചിട്ട് വല്ല കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിലാണ് ഒഴിവാക്കണം. ആ ഭാഗം ചിന്തിക്കുകയേ വേണ്ട. ഓയിലാണ് കൊളസ്ട്രോളിന് ഒന്നാമത് ആക്കുന്നത്. അതുകൊണ്ട് നല്ല എണ്ണയായാലും മതി കേട്ടോ. നല്ല എണ്ണയായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചട്നി കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചേച്ചിമാർക്കിലെ ചായ കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ കറി എന്താണ് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇപ്പോ ഏതായാലും ചേച്ചിമാർക്കാണ് കൊണ്ടേ കൊടുക്കട്ടെ. പിന്നെന്താണ് അടുത്തത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. കുറച്ച് വാഷ് ചെയ്യാനതൊക്കെ അതൊക്കെയാണ് വീടിലുള്ളത്. അപ്പൊ അത് കൊണ്ടേ കൊടുക്കാൻ കേട്ടോ. ഇനി കുറച്ചും കൂടി എന്താണ് ഇത് എന്താ ഒരു പ്രശ്നം വെച്ചാല് സാധാ പച്ചരി ഞാവുമ്പോണ്ടല്ലോ ഈ അപ്പത്തിനൊക്കെ അരി അരക്കണ ആകുമ്പോ ഇത് ഒട്ടിപ്പിടിക്കുന്ന അരി തന്നെ ആയതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഓരോരുത്തർക്ക് ഇങ്ങനെ വേറെ പ്ലേറ്റിലാക്കിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കാസ്ട്രോളാണ്ട് ഇങ്ങനെ ചുട്ട് വെച്ചാൽ മതി. പക്ഷെ ഇത് ഒട്ടിപ്പിടിക്കുന്നത് പെട്ടെന്ന് കയ്യിൽ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് അവർക്ക് കുറച്ചാണ്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റ് ആണ്ടാക്കിയിട്ട് അതിലങ്ങനെ ഒരു 4-5 ഇങ്ങനെ ചുട്ട് കൊടുത്തുട്ടോ. അങ്ങനെ രണ്ടാക്കും അങ്ങനെ വേറെ കൊടുത്തു. ഒന്നാമത് ഒട്ടുന്ന അരി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ചീന്തിപ്പോരും. അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ കാരണം. അപ്പൊ അവരെ ചായ കുടിക്കണ്ട. അതാണ് നിങ്ങൾ കണ്ടത്. ഇതാ അപ്പൊ കുറച്ച് വാഷ് ചെയ്യാമല്ലോ. അതൊക്കെ മെഷീനിലാണ്ട് വാഷ് ചെയ്യട്ടെ വിചാരിച്ചു. അല്ലാത്തതുണ്ട്, കുട്ടികളെ യൂണിഫോം ഒക്കെ ഉണ്ട്. അത് വേറെ ഇങ്ങനെ അലക്ക് കല്ലുമ്മ കൊണ്ടുപോയി വാഷ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ വൈകുന്നേരം എന്താണ് പിന്നെ അത് പപ്പായക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടമ്പ കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു കറി ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതൊന്നും വീഡിയോയിലില്ല. പിന്നെ അവര് കാട് വെട്ടുന്നതൊന്നും കുറച്ച് പൊന്തിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതൊക്കെയാണ് വീഡിയോയിൽ ഉള്ളത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. പിന്നെ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഞാനൊക്കെ പേടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. എന്താ വെച്ചാല് ഇതിനുമ്പോ പോയിട്ട് വേണമല്ലോ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനേ. എനിക്ക് വിശക്കോ ഇല്ലേന്ന്. പിന്നെ അവർക്ക് തന്നെ ഒന്നാമതൊരു 9 ആയപ്പോഴേക്ക് ചായ കൊടുത്തപ്പോഴേക്ക് പറഞ്ഞ് അവന് പറഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ അതായത് ചായ കുടിച്ചിരിക്കണല്ലോ. അപ്പൊ ഞാൻ കുറച്ചേരൊക്കെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ അവനൊക്കെ പറഞ്ഞിട്ടാണ് മാവൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് വന്നത്. അത് അപ്പൊ തന്നെ കുറച്ച് നേരം 11 മണി കഴിഞ്ഞു. അപ്പോഴേക്കെ നമ്മളെ വയറിങ്ങനെ കാലിൽ തുടങ്ങിയിട്ട് അവർക്ക് വിശക്കുണ്ടാവും കുറച്ച് റബ്ബ് ചെയ്യാൻ വേണ്ടി. അതായത് അതൊക്കെ കൊണ്ടേ കൊടുക്കും. പിന്നെ അതാ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് പറഞ്ഞത്. ഇനി 12 മണിക്ക് ശേഷം വിളിച്ച് പറയുന്നത്. ഇത് കിട്ടുന്നതാണെങ്കിൽ വൈകുന്നേരമായി കേട്ടോ. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കുട്ടികൾക്കുള്ള ഫ്രൂട്ട്സും അതൊക്കെയാണ് വീഡിയോയിലുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ തലവേദനയ്ക്ക് ഇനി അവൾക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നീരിലെ സാധനം ഫ്രൂട്ട്സ് അവൾക്ക് കിട്ടണം. അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, ടാറ്റാ.